എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്നതിൻ്റെ അടിയിലാണ് നമ്മുടെ വണ്ടിയുടെ ടയർ മാറ്റാനായത്. റിയർ ടയർ മാറ്റാനായിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് ടയർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോളോടെ ആൽഫ H1 ആയിരുന്നു ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടയറിൻ്റെ ഒരു റിവ്യൂവും എത്ര നാളെ നീണ്ടു നിന്നു എന്നുള്ള കാര്യങ്ങളും കാണാം. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു പുതിയ ടയർ ചേഞ്ച് ചെയ്യാനും പോകുന്നുണ്ട്. അതൊക്കെ കൂടുതൽ ആളുകളും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു കാര്യമാവും. കാരണം ഒരു വണ്ടി എടുക്കുമ്പോൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും, നമുക്ക് ടയർ ഏത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. നല്ല ടയർ ഏത്, ഇപ്പം പല ബ്രാൻഡ് ടയറുകളും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലൈഫ് കിട്ടുന്ന ടയർ ഏത്, അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും നമുക്ക് നോക്കാനുണ്ടാകുക. അപ്പോൾ നമ്മൾ അപ്പോളോ ആൽഫ H1ൻ്റെ ഒരു നല്ല രീതിയിൽ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു ടയറിൻ്റെ ലൈഫാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ യാത്രയ്ക്ക് ഇടയിൽ വെച്ചാണ് ഇപ്പോൾ ഈ ടയർ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടയറിന് എത്രത്തോളം വിലയുണ്ട്, പിന്നെ നമ്മളെന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് അന്വേഷിച്ച് വാങ്ങുന്ന അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ, ഒരു യാത്രക്കിടയിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലത്തെ വിലയും ഇവിടുത്തെ വിലയും ഒരുപോലെ തന്നെയാണോ, അതോ നല്ല മാറ്റങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏതായാലും നമ്മളിപ്പോൾ ഒരു കട ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കണ്ടോ, ലൊക്കേഷനൊക്കെ ഇട്ട് റെഡിയാക്കി പോവുകയാണ്. നമ്മൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ടയർ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബ്രാൻഡാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഈ അപ്പോളോ ആൽഫ H1 ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചതിന് ശേഷം എനിക്കിതിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ടയർ മാറ്റിയതിന് ശേഷം പറയാം. ടയർ എടുക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കടയിൽ, പക്ഷേ അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പഴയ മോഡലുകളാണ്. 2017, 2018 വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരുന്നു. പക്ഷേ ആ സാധനം ഞാൻ എടുത്തില്ല. അപ്പോൾ ഇനി ഏതായാലും ചിലപ്പോൾ നമ്മൾ ഇട്ട ടയർ തന്നെ ഇടേണ്ടി വരും. നോക്കട്ടെ, ഏതായാലും ഞാൻ ഒരു ഷോപ്പും കൂടെ ഉണ്ട്, അവിടെയും കൂടെ പോയി നോക്കട്ടെ. അവിടെ റേറ്റ് കുറച്ച് ഇവിടുത്തെ ഒന്നുകൂടെ കുറവായി തോന്നി. ഇനി പുതിയ ഇയറും കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എടുക്കേണ്ടി വരും. അവിടെ ഏതൊക്കെ ടയർ ഉള്ളതെന്ന് അറിയില്ല. 2-3 കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി അവിടെ ചെന്ന് നോക്കട്ടെ. നമ്മൾ ടയർ മാറ്റാൻ പോവുകയാണ്. ടയർ മാറ്റാൻ നേരത്തെ പല ടയറും നോക്കി, ഒക്കത്തിനും നല്ല റേറ്റാണ്. പിന്നെ മാത്രമല്ല ഒക്കെ പഴയ മോഡലുകളാണ്. ഇപ്പോൾ നമ്മൾ ടിംസൺ നോക്കി, അതേപോലെ തന്നെ മെഷലിന് നോക്കി, എല്ലാം പഴയ മോഡലാണുള്ളത്. ഇത് കണ്ടോ, ഇത് പുതിയ മോഡലാണ്. പിന്നെ മാത്രമല്ല പ്രൈസിലും തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് നമുക്ക് ഈ ഒരു ഷോപ്പിലാണ് കിട്ടിയത്. അപ്പോഴോടെ ബാക്കി എല്ലാ കടകളിലും 5400, 5600, 5800, 6000 ആ ഒരു റേറ്റൊക്കെയാണ് വന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം കിട്ടിയത് നമുക്ക് അപ്പോളോ തന്നെയാണ്. കണ്ടോ, 2020 മോഡലാണ്. മറ്റേത് 2017, 16 മോഡലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ടയർ മാറ്റാൻ പോവുകയാണ്. കണ്ടോ, ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ടയർ മാറ്റുന്നത്. ടയറിൻ്റെ അവസ്ഥ പറഞ്ഞുതരാം. ടയർ വളരെ വളരെ മോശമായിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് ടയർ എങ്ങനെയാണോ മാറ്റിയത് അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലോങ് ഓടാനുള്ളതാണ്, ഇനി നല്ല നല്ല ഹൈവേകളിലൂടെയാണ് പോകാനുള്ളത്. നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഈ ഒരു ടയർ വെച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. ഇതിന് നമുക്ക് 5100 രൂപയാണ് ഈ ടയറിന് വന്നത്. പിന്നെ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടോ, അവരുടെ സ്റ്റാൻഡ് ഇതൊക്കെയാണ്. അപ്പോൾ അതിന് അഡീഷണലായിട്ട് ഇവർക്ക് ഒരു 80 രൂപയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 5180. എന്തായാലും നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ചൊക്കെ ഏറ്റവും ആ ഒരു പ്രൈസ് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ യാത്ര പോകുമ്പോൾ, നമ്മൾ പുറത്തുള്ള ഒരാളാകുമ്പോൾ ഒക്കെ റേറ്റ് കൂടുതലാവും പൊതുവേ. പിന്നെ മാത്രമല്ല ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് സിലിഗുരി, നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം ഒരു മലമുകളിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോഴൊക്കെ റേറ്റ് കൂടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ വണ്ടി ഓടിയ കിലോമീറ്ററിന് ഇപ്പോൾ ടോട്ടൽ ഓടിയത് കണ്ടോ, 28,294 കിലോമീറ്റർ ഓടി. നമ്മളെ സ്റ്റോക്ക് ടയർ ഏകദേശം ഓടിയിരുന്നത് 14,875 കിലോമീറ്റർ ആയിരുന്നു. ഈ അപ്പോളോടെ ടയർ നമുക്ക് കിട്ടിയത് 13,400 സംതിങ് കിലോമീറ്റർ കിട്ടി. അപ്പോൾ വലിയ മോശമില്ല എന്ന് പറയാം. കാരണം ഇത്രയും പെർഫോമൻസ് കിട്ടുന്ന ഒരു ടയർ നമുക്ക് ഏകദേശം ആ ഒരു ലൈഫ് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ലൈഫ് കുറവാണെന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം നമുക്ക് ലൈഫ് കുറവ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോളോ ആൽഫ H1നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പല ആളുകളും ചോദിക്കും എങ്ങനെയുണ്ട്, നല്ല ഗ്രിപ്പിംഗ് ആണോ? നല്ല ഗ്രിപ്പിംഗ് ആണ്. പക്ഷേ അത് കുറച്ചൊരു കാലത്തേക്ക് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇനി അത് എനിക്ക് തോന്നിയതാണെന്ന് എനിക്കറിയില്ല, അതോ ഇനി അത് ഉപയോഗിച്ച് അങ്ങനെ ആയതാണറിയില്ല. കുറച്ചൊരു 5-6 കിലോമീറ്ററൊക്കെ 5000-6000 കിലോമീറ്ററൊക്കെ നല്ലൊരു ഗ്രിപ്പിംഗ് ആയിരുന്നു. പിന്നെ ഗ്രിപ്പിംഗ് കുറവ് എന്നല്ല, പിന്നെ നോർമൽ മോഡലായിപ്പോയി.
പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അത്യാവശ്യം നല്ല ടയർ തന്നെയാണ്. ആ ഒരു വിലക്കനുസരിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ്. ഒരു 5000-5200 രൂപയുടെ ഉള്ളിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് ഇത് മാറ്റുന്നതും. അപ്പോൾ നമ്മൾ ടയറൊക്കെ മാറ്റി നല്ല അടിപൊളിയായി. ഇനി ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വല്ല കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.